പ്രിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ ഇലക്ഷൻ പ്രചാരണ ചൂട് അങ്ങേയറ്റത്തെ സ്ഥിതിയിലായിരിക്കുകയാണ്. ഉച്ചയ്ക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരകരും എല്ലാം തന്നെ വശം കെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും തിരുവനന്തപുരത്തെ ഉൾച്ചൂട്, തിരുവനന്തപുരത്തെ പ്രചാരണത്തിൻ്റെയും രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെയും ഉൾച്ചോടിന് ഒട്ടും ശമനമില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളുടെ സമഗ്രമായ ഒരു ചിത്രം അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശം. ഞങ്ങൾ ഈ തിരുവനന്തപുരത്തെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ കറങ്ങി ആളുകളുടെ പ്രതികരണങ്ങൾ എടുത്തു, ഫീഡ്ബാക്ക് കളക്ട് ചെയ്തു. പൊതുവെയുള്ള രാഷ്ട്രീയ ചൂടും ആളുകളുടെ അകത്തുള്ള സംഘർഷങ്ങളും എല്ലാം തന്നെ ഞങ്ങൾ വിലയിരുത്തുകയുണ്ടായി. ആ നിലയിലുള്ള ചർച്ചയാണ്. എന്നോടൊപ്പം ശ്രീ ഇ പി അനിലുണ്ട്. ശ്രീ ഇ പി അനിൽ, തിരുവനന്തപുരമാണല്ലോ എല്ലാ കാലത്തും LDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് തിരുവനന്തപുരത്ത് കിട്ടുന്നത് മാത്രമാണ് LDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. എപ്പോഴൊക്കെ തിരുവനന്തപുരത്ത് LDFന് വോട്ട് കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ സീറ്റ് കുറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? UDF അധികാരത്തിൽ വരുന്നതാണ്. കഴിഞ്ഞ 2015 തൊട്ടുള്ള സിറ്റുവേഷൻ അറിയാം. 2015 സ്ഥിതി എന്താണ്? ഈ പറഞ്ഞ വളരെ ശരിയാണ്. 14 സീറ്റുകളുള്ള തിരുവനന്തപുരത്ത് പൊതുവെ ഇടതുപക്ഷത്തിന് മുൻതൂക്കം ലഭിക്കുന്ന മലബാർ, അത് സ്ഥായിയായി അവർക്ക് മുൻതൂക്കം ലഭിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടെങ്കിൽ അവർ അധികാരത്തിലേക്ക് വരുന്നു. 2011 പരിശോധിക്കുമ്പോൾ ഇതിനെ ശരിവെക്കുന്നു. 2011 തിരുവനന്തപുരത്തുള്ള 14 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളും ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയും. ആ 8 മണ്ഡലങ്ങളിൽ 2016 അതിന്റെ എണ്ണം UDFന് 4 ചുരുങ്ങുന്നതോടെ അവരധികാരത്തിൽ പുറത്തു പോകും. തൊട്ടുമുമ്പത്തെ വർഷം 2021 അത് 1 ചുരുങ്ങുന്നു. അപ്പോൾ കൂടുതൽ പ്രതിപക്ഷത്തേക്ക് അവർ വളരെയധികം ചുരുങ്ങുന്നു. അതായത് 2011 8 മണ്ഡലങ്ങൾ നേടിയ UDF 2016 ആയപ്പോഴത്തേക്ക് വെറും 4 സ്ഥലത്തേക്ക് ഒഴുകി. അത് എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവില് മുരളീധരൻ, അരുവിക്കരയിൽ ശബരിനാഥ്, കോവളത്ത് വിൻസെന്റും, പിന്നെ ഒരു സീറ്റ് തിരുവനന്തപുരത്ത് BS ശിവകുമാർ അല്ലേ? അന്ന് BJPക്ക് ഒരു സീറ്റ് കിട്ടി. ആദ്യമായിട്ട് BJP അക്കൗണ്ട് തുറന്നത് തിരുവനന്തപുരത്ത് അക്കൗണ്ട് തുറന്നത്. കേരളത്തിൽ തന്നെ BJP ആദ്യമായി നിയമസഭയിലേക്ക് വലതുകാൽ വെച്ച് രാജഗോപാൽ കയറിയത് നേമത്തിൽ നിന്നാണ് അല്ലേ? അപ്പൊ അത് അന്ന്. പക്ഷെ അന്ന് അത് കഴിഞ്ഞിട്ട് അന്നും LDFനായിരുന്നു ഭൂരിപക്ഷം. അതുകൊണ്ടാണ്. പക്ഷെ വ്യക്തമായ 2011 UDFനായിരുന്നു മുൻതൂക്കം. അന്ന് ഈ പറഞ്ഞ പോലെ 4+1 സീറ്റുകൾ നോൺ LDFന് കിട്ടി. 2016 അത് കഴിഞ്ഞ് 2021 വന്നപ്പോഴത്തേക്ക് ഒരേ ഒരു സീറ്റ് മാത്രം UDFന് പോവുകയും BJP അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതെ. അപ്പൊ ഇപ്പോഴത്തെ പ്രസക്തമായ കാര്യം, അങ്ങനെയെങ്കിൽ 2026 UDFന്റെ സാധ്യത കേരളത്തിൽ സജീവമായി നിലനിൽക്കണമെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ എന്ത് സംഭവിക്കണം? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം തിരുവനന്തപുരത്ത് ഒരു 3-4 സീറ്റെങ്കിലും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. UDF ഇവിടെ തകർത്തുകളയൊന്നും ഒരു അവകാശം ഉന്നയിക്കുന്നില്ല. കാരണം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പറയുന്നവർ, അതിന് വിലയിരുത്തുന്നവർ പറയുന്നത് ഇവിടെ ഞങ്ങൾ 14 സീറ്റിലും ജയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. LDFന് പോലും പറയാൻ കഴിയത്തില്ല. കാരണം LDFനായിരിക്കും എപ്പോഴും മേൽക്കൈ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ ഉറച്ച സീറ്റുകളുണ്ട്. ഉദാഹരണം പറയണേ, വർക്കല ഉറച്ച സീറ്റാണ്. പാറശാല നെടുമങ്ങാട് ഉറച്ച സീറ്റാണ്. ഉറച്ച സീറ്റാണ്. നെയ്യാറ്റിങ്കര ഉറച്ച സീറ്റാണ്. ആറ്റിങ്ങൽ ഉറച്ച സീറ്റ്, ബഹുദൂരം ഉറച്ച സീറ്റാണ്. അപ്പൊ എത്ര സീറ്റായി? അപ്പൊ ഒരു 1/2 ഡസനോളം സീറ്റുകൾ LDFന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അവരുടെ സ്വന്തമാക്കി അവർ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും നിലവിൽ 2024 തെരഞ്ഞെടുപ്പിൽ കോവളത്ത് അത്ഭുതങ്ങളൊന്നും സംഭവിക്കത്തില്ല. അത് UDF തന്നെ ലഭിക്കുമെന്ന് നമ്മൾ പറയും. അങ്ങനെയെങ്കിൽ അവിടെ ഒരു മത്സരം വന്നിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മത്സരമുണ്ട്. സാധാരണ വിൻസെന്റ് തുടർച്ചയായിട്ട് 2 തവണ ജയിച്ചതിന് ശേഷം 3ാമത് തവണ പോകുമ്പോഴത്തേക്ക് മിക്കവാറും MLA-മാരെല്ലാം അവര് അവിടെ എന്താണ് അവർക്ക് അവരുടെ MLA വിരുദ്ധ വികാരം അവിടെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ. പക്ഷെ അവിടെ കോവളത്തൊരു ചെറിയ തോതിൽ ഒരു MLA വിരുദ്ധ വികാരം ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെ, പുതിയ ഒരു മുഖം വരുന്നു, വേറെ ചില ഫോമുലകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകും. അപ്പോഴും പിന്നെ അതേപോലെ തന്നെ കാട്ടാക്കടയിൽ അപ്പൊ തിരുവനന്തപുരം നമ്മൾ പറഞ്ഞു വന്നതാണ്. അപ്പൊ കോവളം ഏതൊക്കെ സീറ്റാണ് ടൈറ്റ് ഫൈറ്റ് എന്ന് പറയാം. UDFന് ലഭിക്കുമെന്ന് നമ്മൾ കരുതുന്ന സീറ്റ് ഇപ്പോഴും 1ാമത്തെ സീറ്റ് നമ്മുടെ ഒരു ധാരണയിൽ കോവളമായിട്ട് നമ്മൾ പരിഗണിക്കും. 2ാമത് തിരുവനന്തപുരത്ത് ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അവസാന നിമിഷമാണ് LDF സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് എന്നത് മാത്രമല്ല
LDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സുധീർ കരമന എന്ന് പറയുന്ന നടൻ, ജനാർദ്ദൻ നായരുടെ മകൻ നടൻ, SFI നേതാവായിരുന്നു, SFIയുടെ കൗൺസിലറായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് ക്യാമറ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. തീർച്ചയായും. ഒരു പക്ഷേ ഈ ജട്ടി കേസിൽ പുറത്തു പോകേണ്ടി വന്ന അല്ലെങ്കിൽ മത്സരിക്കാൻ കഴിയാതെ വന്ന ആന്റണി രാജുവിന് രാജുവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ രാജുവിന് മത്സരിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരാൾക്ക് സീറ്റ് കൊടുക്കാതെ LDF സുധീർ കരമനെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായിട്ടിരിക്കുന്നത്. കാരണം ഈ സീറ്റ് തിരിച്ച് ആന്റണി രാജുവിന് പിന്നീട് എപ്പോഴെങ്കിലും കിട്ടണമെങ്കിൽ തന്നെ ഇവിടെ സ്വതന്ത്രം മത്സരിക്കേണ്ട അതെ. എന്തായാലും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മണ്ഡലം തീർച്ചയായും രണ്ടാമത്തെ സീറ്റ്, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സീറ്റ് UDF-ന് ലഭിക്കുമെന്ന് പറയാവുന്ന സൗകര്യം ഇപ്പൊ CP ജോണിന്റെ ഭാഗ്യം എന്നേ പറയാം. CP ജോൺ SFI ഒരു കാലത്ത് SFIയുടെ എല്ലാമായിരുന്നു. SFI സംസ്ഥാന സെക്രട്ടറി എന്ന് മാത്രമല്ല ഒരു ഇന്റലക്ച്വൽ എല്ലാ രീതിയിലും SFI പ്രസ്ഥാനത്തെ. MV രാഘവന്റെ ഡീവിയേഷൻ വന്ന സമയത്ത് MV രാഘവനോടൊപ്പം പോയി അദ്ദേഹം ഉറച്ചു നിന്ന അവസാനം MV രാഘവന്റെ മകൻ പോലും CPM-ൽ ചേരുകയും AK സെന്ററിൽ കുടിവാർക്കുകയും ചെയ്യുന്നു. അപ്പോഴും പുള്ളിയുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. വളരെ വ്യത്യസ്തമാണ് ആ നിലപാടിൽ. എന്നിട്ട് UDF-നോടൊപ്പം കഴിഞ്ഞ 30 വർഷമായി ഉറച്ചു നിൽക്കുന്നു. ഇതുവരെയും ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ കുന്നംകുളത്ത് പോലും ജയിക്കും. ചെറിയ വ്യത്യാസമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാഗ്യം തെളിയുന്നു എന്നൊരു സംശയം നമുക്കുണ്ട്. ഞങ്ങൾ ആ മണ്ഡലത്തിൽ പലയിടത്തും പോയപ്പോഴത്തേക്കെല്ലാം തന്നെ ഒരു UDF-ന്റെ CP ജോണിനെ ഒന്നും അറിയില്ല, പക്ഷെ UDF വരണം എന്ന് പറയുന്ന എന്ന ഒരു. അടുത്തത് അരുവിക്കരയിൽ നമ്മുടെ പ്രതീക്ഷ പൊതുവെ അവിടെ ഒരു ശബരിനാഥിന്റെ ഒരു പക്ഷേ ഒരു ഏകപക്ഷീയമായ മുന്നേറ്റത്തെ തടയിട്ടുകൊണ്ട് സ്റ്റീഫൻ അവിടെ ജയിക്കുമ്പോൾ നമ്മുടെ ഒരു ധാരണ സ്റ്റീഫൻ പാറശാലയിലെ MLA ഒക്കെ പോലെ അല്ലെങ്കിൽ കാട്ടക്കടയിലെ MLA ഒക്കെ പോലെ ആ മണ്ഡലം അത് ആയിരിക്കാം. പക്ഷെ ആ രീതി മത്സരമുണ്ട്. ശിവകുമാർ, അതായത് രാഷ്ട്രീയത്തിലെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് പറയാവുന്ന ഒരാളാണ് ശിവകുമാർ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചാണക്യൻ എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിന് അറിയാത്ത സ്ട്രാറ്റജി ഒന്നുമില്ല. എവിടെ നിന്നൊക്കെ വോട്ട് വാങ്ങണമെന്നും വോട്ട് അറിയണമെന്നും എല്ലാം അറിയാവുന്ന ഒരാളാണ് അല്ലേ. അതുകൊണ്ട് അവിടെ ഒരു മത്സരം ടൈറ്റ് ആയിട്ടുള്ള വസ്തുതയാണ്. അപ്പൊ അവിടെ ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ മണ്ഡലം ഏത് മാറാം. അവിടെ പിന്നീട് സ്വാഭാവികമായി വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് ആണ് ഒരുപക്ഷെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പൊരിഞ്ഞ പോരാട്ടം. പക്ഷെ ശക്തമായ ത്രികോണ മത്സരം നടക്കേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ IPS-കാരിയായ ശ്രീലേഖ വന്ന് മത്സരിക്കുന്നത് കൂടി തന്നെ ആ ത്രികോണ ബലാബലം അല്പം കുറഞ്ഞിട്ടുണ്ട്. പകരം LDF UDF പ്രശാന്തും മുരളീധരനും എന്നുള്ള നിലയിലേക്ക് ആ നിലയിൽ രണ്ട് അഡ്വാൻറ്റേജ് ഓരോരുത്തർക്കും. ഒന്ന്, പ്രശാന്ത് ഒരു ജനകീയ MLA എന്ന തരത്തിൽ വളരെയധികം മുന്നോട്ട് പോയ ഒരാളാണ്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് വട്ടിയൂർക്കാവിന്റെ പ്രിയപ്പെട്ടവനായി മാറി. പിന്നെ ഒരു കേരളത്തിലെ ഏറ്റവും ഒരു ഹെഡ് വെയിറ്റ് ഉള്ള രാഷ്ട്രീയക്കാരൻ, ഏത് മണ്ഡലത്തിൽ മത്സരിക്കാൻ പ്രാപ്തി നേടിയ ശ്രീ K മുരളീധരൻ മത്സരിക്കുന്നതുകൊണ്ട് ഇവർ തമ്മിലുള്ള മത്സരം നെക്ക് ടു നെക്ക് പോരാട്ടമാണ്. അത് UDF-നും LDF-നും ഒരുപോലെ സാധ്യതകൾ. നമുക്ക് പെട്ടി പൊട്ടിക്കുന്നവരൊന്നും പറയാം. കഴക്കൂട്ടത്തെ ഇപ്പോൾ മിക്കവാറും എല്ലാവരും പറയുന്നതെന്നറിയാം, അത്ര എളുപ്പമല്ല മുരളീധരനായാലും കടകംപള്ളിക്കായാലും. അവിടെയും UDF അവരുടെ ബഹുദൂരം പിന്നിലാണ്. അവിടെ സ്ട്രേറ്റ് ഫൈറ്റ് ആണ്. വട്ടിയൂർക്കാവിൽ എന്താണോ NDAക്ക് സംഭവിച്ചത് അതേ പ്രശ്നം വട്ടിയൂർക്കാവിൽ BJP-ക്ക് ഉള്ളത്രയും BJP-ക്ക് അങ്ങനെ ശക്തമായ ത്രികോണം ഇല്ലെങ്കിൽ തന്നെ വട്ടിയൂർക്കാവിൽ BJP-ക്ക് വോട്ടുണ്ട്. അതിലവര് കുറ്റവചനം ചെയ്തില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, കഴക്കൂട്ടത്ത് അങ്ങനെയല്ല. കഴക്കൂട്ടത്ത് എന്ന് പറഞ്ഞാൽ മൂന്നാമത് ബഹുദൂരം പിറകോട്ട് പോയിരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടിയിരിക്കുന്ന വോട്ട് കൂടി അവിടെ ആരെ തോൽപ്പിക്കണം ഇത് നിയമത്തിൽ ആരെ ജയിപ്പിക്കണം എന്നുള്ളതിനേക്കാൾ ആരെ തോൽപ്പിക്കണം. തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആരെ തോൽപ്പിക്കണമെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് തോൽപ്പിക്കാനുള്ള ആരെയാണെന്ന് നിയമത്തിൽ ബാധകമാണ്. അപ്പൊ ഇതെല്ലാമാണ് ഇതിന്റെ. നമുക്കപ്പോ തിരുവനന്തപുരത്തിന്റെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. സ്വാഭാവികമായി കേരളത്തിൽ UDF ഭരണത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരം സീറ്റെങ്കിലും അവർക്ക് നേടണം. 5-6 സീറ്റുകൾ നേടാതെ അവർക്ക്. പക്ഷെ VD സതീശൻ പറഞ്ഞിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് മലപ്പുറം ജില്ല എല്ലാം കിട്ടും. 16 കിട്ടും. എറണാകുളം എല്ലാം കിട്ടും. 30. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള 2 ജില്ലയാണ് മലപ്പുറം, എറണാകുളം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പകുതി സീറ്റ് കൂടെ മതി. അത് ബാക്കി സ്ഥലങ്ങളിലെ കണക്കുകൾ കൊണ്ട് ഇത് വളരെ എളുപ്പമാണ്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയൊന്നും അല്ലല്ലോ. മറ്റവർക്ക് ഇതിനേക്കാൾ വലിയ കണക്കുകൾ പറയാനുണ്ടാവും. എന്തായാലും ഭരണമാറ്റം സാധ്യമാകണമെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് അവരുടെ MLA-മാരുടെ എണ്ണം 4 മുതൽ 6 വരെ വർദ്ധിപ്പിച്ചാൽ അവരുടെ സ്വപ്നങ്ങൾ പൂർണ്ണി.